SCB വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി വൺ വേ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. തിരുവനന്തപുരത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട് ആക്രമിച്ചതിൽ CPM-ന്റെ പ്രതിഷേധം. കാണിപ്പയ്യൂർ YMCA-യുടെ നേതൃത്വത്തിൽ ബാലരമയുമായി സഹകരിച്ച് ചിത്രരചനാ മത്സരം നടത്തി. പഴഞ്ഞി ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്നും വിരമിക്കുന്ന സണ്ണി P. ശമുവേലിനെ സ്നേഹോഷ്മളമായ യാത്രയയപ്പ്. വീടിന് മുന്നിൽ നിർത്തിയിട്ട സ്വിഫ്റ്റ് കാർ മോഷണം പോയി. കുന്നംകുളം നഗരസഭയിലെ 8ാം ക്ലാസ്സിലെ SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. പഴഞ്ഞി വൺ വേ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പഴഞ്ഞി വൺ വേ റോഡിൽ സെന്റ് മേരീസ് കത്തീഡ്രലിന് സമീപം പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഏകദേശം ഒരാഴ്ചയോളമായിട്ട് പൈപ്പ് പൊട്ടിയ നിലയിലാണ്. വാട്ടർ അതോറിറ്റി ജീവനക്കാരെ വിവരം അറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വാഹനങ്ങളിലും വഴിയാത്രക്കാരുമായി നിരവധി പേരാണ് ഇതിലൂടെ ദിവസവും യാത്ര ചെയ്യുന്നത്. നിരവധി വാഹനങ്ങളും ഈ വഴിയിലൂടെ നിത്യേന കടന്നു പോകുന്നുണ്ട്. ഇതിനെല്ലാം വലിയ ഭീഷണി ഉയർത്തിയാണ് പൈപ്പിലെ വെള്ളം റോഡിലൂടെ ഒഴുകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. തിരുവനന്തപുരത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട് ആക്രമിച്ചതിൽ CPM-ന്റെ പ്രതിഷേധം. തലസ്ഥാന നഗരിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ താമസിക്കുന്ന വീട് ഉൾപ്പെടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകളും കുടുംബാംഗങ്ങളെയും ബോംബെറിഞ്ഞും കല്ലെറിഞ്ഞും RSS BJP പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പെരുമ്പിലാവ് സെന്ററിൽ DYFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. BJP ഉന്നത നേതാക്കളടക്കം നടത്തിയ കോടികളുടെ കോഴ ഇടപാടുകളും അഴിമതിയും പുറത്തുവന്നതോടെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഗൂഢനീക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KB ജയൻ പറഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിനും പൊതുയോഗത്തിനും DYFI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER രജീഷ്, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ അഷ്റഫ് കോട്ടോൽ, സദാനന്ദൻ, പ്രവർത്തകരായ നൌഷാദ് പെരുമ്പിലാവ്, പഞ്ചായത്ത് അംഗം ഷബീർ കരിക്കാട് എന്നിവർ നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ YMCA-യുടെ നേതൃത്വത്തിൽ ബാലരമയുമായി സഹകരിച്ച് ചിത്രരചനാ മത്സരം നടത്തി. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി YMCA കാണിപ്പയ്യൂരിന്റെയും ബാലരമയുടെയും സഹകരണത്തോടെ നടത്തിയ ഓൾ കേരള ബാലചിത്രരചനാ മത്സരം അടുപ്പൂട്ടി സെന്റ് MMC സ്കൂളിൽ വെച്ച് നടന്നു. വയസ്സിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചായിരുന്നു ചിത്രരചന. 500-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് ഒന്നാം സമ്മാനമായി 10,000 രൂപയും, രണ്ടാം സമ്മാനമായി 7,500 രൂപയും, മൂന്നാം സമ്മാനമായി 5,000 രൂപയും ക്യാഷ് അവാർഡും മെഡലും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും. പ്രാദേശിക തലത്തിലെ ഓരോ ഗ്രൂപ്പിലെയും 1, 2, 3 സമ്മാനാർഹർക്ക് മെഡലും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നതാണ്. ചിത്രരചനാ മത്സരത്തിന് കാണിപ്പയ്യൂർ YMCA പ്രസിഡന്റ് G+ ജോർജ്, ഭാരവാഹികളായ ജിബിൻ K. ജോസ്, KV ബെന്നി, CV ജോയ്, ജോൺ ഡാനിയേൽ, TJ പ്രസാദ്, ജെയ്സൺ, KT വിൽസൺ, റജി വർഗീസ്, സിജോ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്നും വിരമിക്കുന്ന സണ്ണി P. ശമുവേലിനെ സ്നേഹോഷ്മളമായ യാത്രയയപ്പ്. പഴഞ്ഞി ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സണ്ണി P. ശമുവേലിനെ സ്നേഹോഷ്മളമായ യാത്രയയപ്പ്. ജോലിയിൽ നിന്നും വിരമിച്ച സണ്ണി P. ശമുവേലിനെ സഹപ്രവർത്തകർ ഗംഭീരമായ യാത്രയയപ്പാണ് നൽകിയത്. ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി അനി PA സ്വാഗതം പറഞ്ഞു. കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി TP സൗദാമിനി അധ്യക്ഷയായിരുന്നു. കുന്നംകുളം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി ബിന്ദു EI, സംവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സഹപ്രവർത്തകർ പഴഞ്ഞി KICB-യുടെ ഉപഹാരം സണ്ണി P. ശമുവേലിന് നൽകി. വിരമിക്കുന്ന സണ്ണി P. ശമുവേൽ മറുപടി പ്രസംഗം നടത്തി. പഴഞ്ഞി സീനിയർ സൂപ്രണ്ട് ശ്രീ ഡേവിസ് J. ഇമ്മട്ടി ചടങ്ങിന് നന്ദി പറഞ്ഞു. അവസരവും ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അവസരവും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഓഫീസിലേക്ക് വരാനുള്ളതായ ഒരു വെമ്പൻ, ജോലിയിൽ നിന്ന് പറന്നു പോകുമ്പോൾ ഉള്ളതായ വേറൊരു നൊമ്പരങ്ങൾ, ഇതെന്തായാലും മനുഷ്യനാണെങ്കിൽ നമുക്കുണ്ടായിരിക്കും. വിഷമങ്ങളില്ലാതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വിഷമങ്ങളൊക്കെ സഹിക്കാൻ പറ്റുന്ന വിഷമങ്ങളുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ. പക്ഷെ എന്തുകൊണ്ടും ഈ എന്ന നിലയ്ക്ക് ഞാൻ കുറെ കൂടി ഹാപ്പിയാണ്. വളരെ ആസ്വദിച്ച് തന്നെയാണ് KICB-യുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. വീടിന് മുന്നിൽ നിർത്തിയിട്ട സ്വിഫ്റ്റ് കാർ മോഷണം പോയി. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്വിഫ്റ്റ് കാർ മോഷണം പോയി. തൂവാനൂർ കരിയക്കാട്ട് അബ്ദുൾ റഹ്മാന്റെ KL 46K 9771 എന്ന സ്വിഫ്റ്റ് വെള്ള കാറാണ് മോഷണം പോയത്. റോഡിനോട് ചേർന്നുള്ള വീടിന് മുന്നിലാണ് കാർ നിർത്തിയിട്ടിരുന്നത്. കാർ ഉടമയുടെ പരാതിയിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. കുന്നംകുളം നഗരസഭയിലെ 8ാം ക്ലാസ്സിലെ SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 1,16,000 രൂപ ചെലവഴിച്ച് 29 വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ PM സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഗീത ശശി, സുമ ഗംഗാധരൻ, ഷാജി ആലിക്കൽ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് നസീമ, വാർഡ് കൌൺസിലർ നിഷ ജയേഷ് എന്നിവർ പ്രസംഗിച്ചു. വിപണി. അടയ്ക്ക പുതിയത് 4,200 രൂപ മുതൽ 4,570 രൂപ വരെ. രണ്ടാം തരം 3,200 രൂപ മുതൽ 3,550 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി വൺവേ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. തിരുവനന്തപുരത്ത് കൊടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട് ആക്രമിച്ചതിൽ CPM-ന്റെ പ്രതിഷേധം. കാണിപ്പയ്യൂർ YMCA-യുടെ നേതൃത്വത്തിൽ ബാലരമയുമായി സഹകരിച്ച് ചിത്രരചനാ മത്സരം നടത്തി.
പഴഞ്ഞി ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്നും വിരമിക്കുന്ന സണ്ണി പി ശമുവേലിനെ സ്നേഹോഷ്പളമായ യാത്രയയപ്പ്. വീടിന് മുന്നിൽ നിർത്തിയിട്ട സ്വിഫ്റ്റ് കാർ മോഷണം പോയി. കുന്നംകുളം നഗരസഭയിലെ 8ാം ക്ലാസ്സിലെ SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.